നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാരദാമ്മേ, ഞങ്ങളെ കല്യാണം മുടക്കുന്നത് എങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയാവുന്നത്? പറ ശാരദാമ്മേ. ചെറിയ കുട്ടികൾ കാണിക്കുന്ന പണിയാണോ അമ്മ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? പപ്പി മോൾ ഇവിടെ എപ്പ വന്നതാ? എന്നിട്ട് എന്നോട് പറയാറുന്നില്ലേ? പോട്ടെ, ഇവക്ക് അമ്മയോട് പറയാറുന്നില്ലേ? ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടിയത്? അവളുടെ ഹോംവർക്ക്, പഠിത്തം, രണ്ടുപേർക്കും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോഷകാഹാരം. അമ്മയുടെ ശത്രുക്കൾക്ക് പറയാനും പറഞ്ഞു ചിരിക്കാനും വേണ്ടി കാരണം നീയായിട്ടുണ്ടാക്കിയല്ലോ. ഡീ പോട്ടെ, സത്യമോക്കൊരു തെറ്റുപറ്റി. പപ്പിമോൾ ഇവിടെ വന്ന കാര്യം നമ്മളോട് ആരോടെങ്കിലും പറയേണ്ടതായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ നാട് മുഴുവൻ അവര് പപ്പിമോളെ തിരക്കി നടക്കുമല്ലായിരുന്നോ? അതിന്റെ ദേഷ്യ സത്യാമ്മയ്ക്ക്. അതെ, ഇടയ്ക്ക് അവരിങ്ങനെ ഓടുന്ന നല്ലതാ. ആ മനസ്സിലെ കുശുമ്പും കുന്നായ്മയൊന്ന് മാറി കിട്ടും. കുട്ടികൾക്കൊരു അബദ്ധം പറ്റി, നമുക്കല്ലേ ക്ഷമിക്കാൻ പറ്റൂ. അങ്ങ് ക്ഷമിക്കും മോളെ. ശരിയാ, പറയും പോലെ ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? എന്നെ തല്ലാനുള്ള വഴി ഞാൻ തന്നെയാണല്ലോ ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ ഇതും ഇതിലപ്പുറവും സംഭവിക്കും. സഹിക്കുക തന്നെ. അമ്മേ, സോറി അമ്മേ. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഓർത്തില്ല. കാർത്തിക് ആന്റിന്റെയും ബിഗ് ഫ്രണ്ടിന്റെയും കല്യാണം മുടക്കാനായിട്ട് പപ്പി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. കല്യാണം നടക്കാൻ പോകുന്ന വീട്ടിൽ നിന്നൊരു കുട്ടിയെ കാണാതാവുമ്പോ കല്യാണം നടക്കില്ലല്ലോ. അതാ ആരോടും പറയാതിരുന്നത്. അത് ഇത്രയും കുഴപ്പാവൂന്ന് ഞാൻ ഓർത്തില്ല അമ്മേ. സോറി അമ്മേ. ഡീ അവള് പറയുന്ന കേട്ടില്ലേ? കുറച്ചുമുമ്പേ സത്യമോൾ എന്തൊക്കെയോ ഇവിടെ കാണിച്ചു കൂട്ടി നീ പറഞ്ഞല്ലോ. സത്യമോളും പപ്പിമോളും കൂടി ഇങ്ങനെ കാണിച്ചു കൂട്ടിയത് ആർക്ക് വേണ്ടിയിട്ടാ? നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കല്യാണം മുടക്കാൻ തോന്നിയതേ അത് ദൈവനിശ്ചയ. അച്ഛനും അമ്മയും മക്കളും ഒന്നിക്കണോന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ നമുക്കാർക്കെങ്കിലും അതിനെതിരെ നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കുട്ടികളുടെ മനസ്സിൽ കളങ്കം ഇല്ല മോളെ. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. അതേ നടക്കൂ. ശാലിനി, ശാരദാമ്മേ, ഞങ്ങളെ കല്യാണം മുടക്കുന്നത് എങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയാവുന്നത്? പറ ശാരദാമ്മേ, എങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയാവുന്നേ? പറഞ്ഞു കൊടുക്ക് ശാരദ എങ്ങനെയാണെന്ന്. അത് മോളെ ശാരദാമ്മ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. ആ മോള് വന്നേ, നമുക്ക് എന്തേലും കഴിക്കാം. വാ.
പപ്പി പുറത്തേക്ക് ഇറങ്ങ്. ഇല്ല, ഞാൻ ഇറങ്ങൂല. എന്നെ തിരിച്ചു കൊണ്ടുപോയി ആക്ക്. എടി ഇറങ്ങാൻ. ഇറങ്ങാൻ നിന്നോടല്ലേ പറഞ്ഞത്. ഇല്ല, ഇറങ്ങൂല. എടി ഇറങ്ങാൻ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് എന്നെ എടി, ഇറങ്ങാൻ. ഇങ്ങോട്ട് വാ പപ്പി. വിട്. എടി ഇറങ്ങാൻ. പപ്പി ഇങ്ങോട്ട് വരാൻ നിന്നോട്. എന്നെ വിടാൻ പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വാ പപ്പി. എടി ഇറങ്ങാൻ. വിട്. അയ്യോ, മോളെ 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 പപ്പി എഴുന്നേക്ക്. ദേ നിന്റെ വേഷം കെട്ടലൊക്കെ അവിടെ മതി, എന്റെ അടുത്ത് വേണ്ട. വിളിച്ചോണ്ട് പോടി ഇതിനെ. സത്യമേ, സാമർത്ഥ്യം കാണിച്ച് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ നിറയിക്കോളും. അതെങ്ങനെയാ? ഈ തള്ളയുടെ മോളല്ലേ? ഇതിലപ്പുറം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സത്യമേ, ദയവേത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. പപ്പി ഒരു കുട്ടിയല്ലേ, അവളുടെ കൊച്ചു ബുദ്ധിയില്. കൊച്ചു ബുദ്ധിയോ? ഇവളുടേത് കൊച്ചു ബുദ്ധിയല്ലടാ, ആന ബുദ്ധി, കാട്ടാന ബുദ്ധി. എന്താ ഇവള് ചെയ്ത കുട്ടിയെന്ന് അറിഞ്ഞാലേ നിനക്കൊക്കെ മനസ്സിലാവും. അതൊന്നും ഇനി വിശദീകരിക്കണമെന്നില്ല. കുടുംബശ്രീന്ന് വിളിച്ച് ശ്യാമ വഴി ഞങ്ങളെല്ലാം അറിഞ്ഞു. ഓ, ഇനി നീ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന പേടിച്ചാ ഞങ്ങളെല്ലാം ഇവിടെ കാത്തു നിന്നത്. വിഷ്ണുചന മോളെ നോക്ക്, കരയല്ലേ. വിഷ്ണുച്ചൻ കൊണ്ടുപോവാ. പോവാം. സാരമില്ല, സാരമില്ല. വാ. കരയണ്ട, സമാനപ്പെട്. നമുക്കേ മുകളിലോട്ട് പോവാം. വാ മോളെ. നിക്ക്. ഇനിയെങ്കിലും നിന്റെ മനസ്സൊന്ന് മാറ്റിക്കൂടെ ഭാമേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.